ഹായ് ഫ്രണ്ട്സ്, വെള്ളരിക്ക ഉള്ളതുകൊണ്ട് നമുക്ക് ഓണത്തിന് ഒരു വെള്ളരിക്ക പച്ചടിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ദേ വെള്ളരിക്കയൊക്കെ പറിച്ചെടുക്കണ്ടേ. ഇനി ഒരു പടവലങ്ങയും കൂടി ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്ത് ഇനിയൊക്കെ ചെറുതുണ്ടാകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ദേ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വെള്ളരിക്ക. അതിലേക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഉപ്പൊന്ന് തിളച്ചതിന് ശേഷം ഇടാം. ഇനി മൂടി വെച്ച് കൊടുക്കണേ. അപ്പോൾ ഈ വെള്ളരിക്ക ഒരു അധികം നേരം വേവിക്കണം. ഈ പറിച്ച പടിയായതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടില്ല, ഇത്തിരി സമയം എടുക്കുമേ. അപ്പം ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി അധികം ഉണ്ടല്ലോ വെള്ളരിക്ക. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണേ. അപ്പോൾ ഇത് തൈര് ഒഴിച്ചരച്ചാലും മതി, അല്ലെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കണേ. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, നല്ല മൂത്ത പച്ചമുളകാണ്, എരിവുണ്ട്, ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാന്താരി ഇടുന്നില്ല, ഇതിന് നല്ല മൂപ്പുള്ള എരിവുമുണ്ട് ഈ മുളകിന്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. കടുക് അങ്ങോട്ട് വെണ്ണ പോലെയൊന്നും അരയണ്ട, പതുക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങൾ വെന്തോ അല്ലേ എന്നൊന്ന് നോക്കാം. വെന്തിട്ടില്ല. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കല്ലുപ്പാണ് ഇട്ടിരിക്കണേ. കല്ലുപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണേ. ഇനി ഒന്നും കൂടെ മൂടി വെക്കാം. പച്ചടി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു കറിയാണ്. ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും മുളക്, തേങ്ങ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് അരക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ കടുക് താളിക്കുമ്പോൾ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ അരപ്പൊന്ന് ചൂടാവട്ടെ. അതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് വെള്ളം പോലെയായി പോവേ. ഇനി നമുക്കിതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണേ. തൈര് ഒഴിച്ച് കഴിഞ്ഞ് അധികം തിളയൊന്നും വരണ്ട, പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഒരിലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകാത്ത തരത്തിൽ വേണേ എടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ തിളച്ചോളും, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. ഇനി നമുക്കിതിനൊന്ന് വറുത്തും കൂടെ ഇടണേ. കടുക് വറുത്തിടണം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തിടണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട, 1 സ്പൂൺ വെളിച്ചെണ്ണ മതിയേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടണേ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ വെള്ളരിക്ക പച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകണ്ട, നമുക്ക് തീ ഓഫാക്കാം.
അല്ലെങ്കിൽ ആ കറിവേപ്പിലയുടെയൊക്കെ നിറം അങ്ങോട്ട് മാറിപ്പോകും. എന്നിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ താങ്ക് യു.